യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ പ്ലാനിന് പകരം പദ്ധതി തയ്യാറാക്കാൻ നീക്കം നടത്തി അറബ് രാജ്യങ്ങൾ. ഈ മാസം 27-ന് റിയാദിൽ നടക്കുന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ ഇതിന്റെ പ്രാഥമിക കരട് തയ്യാറാക്കും. ഈ മാസം 27-ന് റിയാദിൽ നടക്കുന്ന അറബ് ലീഗ് ഉച്ചകോടി പ്രാഥമിക കരട് തയ്യാറാക്കുമെന്നാണ് സൂചന. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറത്താക്കിയുള്ള പ്ലാൻ ആലോചിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനിടയിലാണ് ട്രംപുമായി മികച്ച ബന്ധമുള്ള അറബ് രാഷ്ട്രങ്ങൾ ബദൽ പദ്ധതി ആലോചിക്കുന്നത്. ഗസയിൽ നിന്നും ഫലസ്തീൻ ജനതയെ പുറത്താക്കാനാകില്ലെന്ന് അറബ് രാജ്യങ്ങൾ നിലപാടെടുത്തിരുന്നു. എങ്കിൽ ബദൽ വഴി പറയാമെന്നാണ് ട്രംപിന്റെ നിലപാടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അറബ് രാജ്യങ്ങൾ ഗസയുടെ പുനർനിർമ്മാണം, ഭാവി ഭരണം എന്നിവയിൽ ചർച്ചയ്ക്കൊരുങ്ങുന്നത്. വിഷയത്തിൽ ഈജിപ്ത് കരട് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപ്രകാരം ഫലസ്തീൻ ജനതയെ നാടുകടത്താതെ പുനർനിർമ്മാണത്തിന് ആഗോള സഖ്യം രൂപീകരിക്കുകയാണ് ഒന്നാമത്തെ നിർദ്ദേശം. ഹമാസിന്റെ ഇടപെടലില്ലാത്ത ഗസ ഭരണത്തിന് ദേശീയ ഫലസ്തീൻ കമ്മിറ്റി എന്ന നിർദ്ദേശമാണ് രണ്ടാമത്തേത്. ഇതാകും ഗസ വിഷയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഹമാസിനെ ഭരണത്തിൽ നിന്ന് ഇല്ലാതാക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ട്രംപും ഇസ്രായേലും. ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകും. ഏറ്റുമുട്ടലിലും വെടിനിർത്തലിലും ജനകീയമായും ഹമാസിന്റെ സ്വാധീനം ശക്തമായിരിക്കെ അവരുടെ നിലപാടും ഗസയുടെ ഭാവിയിൽ നിർണായകമാണ്. ഫലസ്തീന്റെ ഭരണം ഒരു ദേശീയ കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിൽ പക്ഷേ ഹമാസിന്റെ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നതാണ് നിബന്ധന. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.